ആശാൻ ജയന്തി സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ വി ശശി MLA അവർകൾ, എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറ്, ഡോക്ടർ KS രവികുമാർ, ഡോക്ടർ ബീന, അതുപോലെ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, ശ്രീ ജയപ്രകാശ്, ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരം കുറച്ച് വൈകി എന്നുള്ളതാണ് വാസ്തവം. 7:15 ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പ്രസംഗിക്കാനിരിക്കുന്ന എല്ലാവരും സാമാന്യം ദീർഘദൂരം ഓടുന്ന ലോങ് സർവീസ് ഓടുന്നവരാണ്. എത്ര നേരം വേണമെങ്കിലും. പിന്നെ വിഷയമാകട്ടെ ആശാനാണ്. നമ്മൾ നിൽക്കുന്നത് തോന്നയ്ക്കലാണ്. നിങ്ങളാണെങ്കിൽ കുറച്ച് ഇത്രയൊക്കെ വൈകിയാലും പോകാൻ ഭാവമില്ല എന്നുള്ള മട്ടിലിരിക്കുന്ന സദസ്സാണ്. അങ്ങനെ എല്ലാ പ്രലോഭനങ്ങളും കൂടെ ചേരുമ്പോൾ ഈ പരിപാടി നീണ്ടുപോകാനുള്ള ഒരു സാധ്യത, ആപൽ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രസംഗം ഒന്ന് കുറയ്ക്കണമെന്നാണ് വിചാരിക്കുന്നത്. തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൽ ക്ഷണിക്കപ്പെടാതെ തന്നെ വരാനുള്ള ഉൾപ്രേരണ ഉള്ള ഒരുപാട് കവികൾ ഈ കേരളത്തിലുണ്ട്. ഇവിടെ വിളിക്കേണ്ട കാര്യമില്ല. ഇത് കവികൾക്ക് അവകാശപ്പെട്ട തറവാടാണ് എന്നുള്ള മട്ടിൽ വന്നു കയറാൻ സാധിക്കുന്ന, അങ്ങനെ പ്രേരിപ്പിക്കുന്ന, അത്തരം വൈകാരികമായ ഒരു വലിയ ആത്മസ്പന്ദമുള്ള ഒരു സ്ഥലമാണ് ഈ തോന്നയ്ക്കൽ. കേരളത്തിലെ അല്ലെങ്കിൽ മലയാള ഭാഷ കവികളെ കൊണ്ട് സമ്പന്നമാണെന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. ഈ പുതിയ കാലത്തിലും ഇൻ്റർനെറ്റിൻ്റെ കാലത്തും ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തുമൊക്കെ മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ ശോഷണമുണ്ടായാലും ശരി, കവിതകൾ എഴുതുന്നതിനും അത് സ്വയം പ്രസിദ്ധീകരിക്കുന്നതിനും ഒരു തടസ്സവുമില്ലാതെ അഭംഗുരം അവിരാമം നമ്മുടെ കവികൾ സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മാസികകളിലും വാരികകളിലും ഒക്കെ തന്നെ കവിതയുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ പഴയതുപോലെ കവിത നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ ജീവിത വീക്ഷണത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മളെന്ന് പറയുന്ന വ്യക്തികളെയും ഒക്കെ കവിത അത്ര കണ്ട് സ്വാധീനിക്കുന്നുണ്ടോ ഇന്നത്തെ കാലത്ത് എന്നത് ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ 100 വർഷത്തിന് മുൻപ് നമ്മളെ വിട്ടുപോയ ഒരു കവിയെക്കുറിച്ച് ഇന്ന് ആലോചിക്കുമ്പോൾ, 180 വർഷത്തിന് മുമ്പ് ജനിച്ച ഒരു കവിയെക്കുറിച്ച് ഇന്നും ആലോചിക്കുന്നുവെങ്കിൽ ആ കവി തലമുറകളോട് സംവദിച്ചതിൻ്റെ ഒരു സാന്ദ്രത അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എത്രയോ കവികൾ മരിച്ചുപോയി, എല്ലാവരെയും നമ്മൾ ഓർക്കുന്നില്ലല്ലോ. ആശാനെ ഓരോ വർഷം കഴിയും തോറും നമ്മൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഓർക്കുകയാണ്. ഇവിടെ വിനോദ് വൈശാഖി വായിച്ച കവിത തന്നെ ആശാനാൽ പ്രേരിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സീതാകാവ്യത്താൽ പ്രേരിതമാണത്. അപ്പോൾ ഈ കുമാരനാശാൻ എന്ന് പറയുന്ന കവി, അദ്ദേഹത്തിൻ്റെ ഭൗതികമായിട്ടുള്ള സാന്നിധ്യം നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ പോലും അതിനേക്കാൾ തീക്ഷ്ണമായി, അതിനേക്കാൾ ശക്തമായി മലയാള കാവ്യരംഗത്ത് കവികളുടെ ഹൃദയത്തിലാകെ അദ്ദേഹം സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ്. ആ ക്ഷേത്രത്തിൽ വണങ്ങാതെ ഇവിടെ ഒരു കവിക്ക് മുമ്പോട്ട് പോവുകയില്ല, പോയാൽ തന്നെ മേൽഗതിയും ഉണ്ടാവുകയില്ല. അങ്ങനെയുണ്ട് കേട്ടോ. ആശാനെ അറിയാത്ത കവികളെ കൊണ്ട് ഈ മലയാളത്തിന് വലിയ ഗുണമുണ്ടാവുകയില്ല എന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അല്ലാത്ത സ്കൂളുകളുണ്ട്, ആശാനെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന സ്കൂളുകൾ ഉണ്ടാവാം. പക്ഷെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ഒരു കവിയുടെ പ്രാരംഭദശയിലും വളർച്ചാ ദശകളിലും ഒക്കെ തന്നെ ഈ കുമാരനാശാൻ എന്ന് പറയുന്ന കവിയിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന പ്രചോദനത്തിൻ്റെ ഊർജം വളരെ വലുതാണ്. അത് നമ്മൾ വളരുന്നതനുസരിച്ച് ആ ഊർജം വളരും. ഞാനിവിടെ ആത്മകഥാപരമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഓണക്കൂർ സാർ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഞാൻ കുമാരനാശാനുമായി എന്നെ കൂട്ടിക്കൊടുത്തത് അല്ലെങ്കിൽ കൂട്ടി ഏൽപ്പിച്ചു കൊടുത്തത് സാറാണ്. ഞാൻ BSc പഠിക്കുമ്പോൾ സാറാണ് എന്നെ ആശാനെ പരിചയപ്പെടുത്തി തരുന്നത്. അന്ന് തൊട്ടിന്നുള്ള ഞാൻ ആശാനെ മനസ്സിലാക്കാൻ ഇങ്ങനെ കൂടെ നടക്കുകയാണ്. അത് നന്നായി. കാരണം ഞാനില്ലെങ്കിൽ ഇതിനേക്കാൾ ക്ഷുദ്രകവിയായി പോയേനെ. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉത്തമമായ കവിത എങ്ങനെ ഇരിക്കണമെന്ന് ഈ ഒരു കവിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു കവികളിലൂടെയും സാധിക്കില്ലെന്നല്ല, പക്ഷെ ആശാനിലൂടെ കടന്നു പോകുമ്പോൾ, ആശാൻ എന്ന് പറയുന്ന ആ ഒരു മലർവാടിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
ഒരു കവി ഇങ്ങനെ ഇരിക്കണം എന്നൊരു തോന്നലോട് കൂടി മാത്രമേ നമുക്ക് ഇവിടെ ഇറങ്ങി വരാൻ സാധിക്കൂ. എന്താണ് ആ മാജിക്ക്? പറയാൻ ഒരുപാടുണ്ട് കേട്ടോ, ഞാനതൊന്നും പറയുന്നില്ല. ആശാന്റെ മാജിക് എന്താണ്? നമ്മൾ വിട്ടുപോയിട്ട് 100 വർഷം കഴിഞ്ഞിട്ടും ആ കവിയുടെ സാങ്കത്യം നിലനിർത്താൻ ആശാൻ എങ്ങനെ സാധിക്കുന്നു? പലരും പറയും ആശാന്റെ നായികമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്നത്തെ നിലവാരം വെച്ച് നോക്കി അവരെ അൾട്രാ മോഡേൺ ആണ് അവരൊക്കെ. ഇന്ന് സദാചാര കമ്മിറ്റികളൊക്കെ ഉള്ള കാലമാണ്. നള്ളിക്ക് ലീലയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായത്. അതിനേക്കാൾ എത്രയൊക്കെ മുമ്പ് വളരെ ധീരമായി സ്ത്രീ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി, സ്ത്രീ മനസ്സിന്റെ അഗാധതയെ പറ്റിയൊക്കെ 1900 ആദ്യ വർഷങ്ങളിൽ ചിന്തിക്കാൻ ഒരു കവിക്ക് സാധിച്ചുവെങ്കിൽ അദ്ദേഹം കാലഘട്ടത്തിന്റെ ചിന്താ പദ്ധതികൾക്കൊക്കെ എത്രയോ മുമ്പിൽ പോയ കവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന്റെ, എനിക്ക് തോന്നുന്നത്. ആശാനെ പറ്റി നമ്മൾ പെട്ടെന്ന് പറയാനൊന്നും സാധ്യമല്ല കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് പരസ്പര ബന്ധമില്ലാതെ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ആശാനെ നയിച്ചിരുന്ന ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ഈ ആന്തരികമായ ആ ഒരു പ്രചോദനം എന്താണ്? എന്തിനാണ് ആശാൻ കവിത എഴുതിയതിനകത്തൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യബോധമാണ് എനിക്ക് തോന്നുന്നത്. ആശാൻ ഏറ്റവും ഉപാസിച്ചിരുന്ന ഒരു മൂല്യം എന്നെനിക്ക് തോന്നുന്നു. ആശാന്റെ നായകന്മാരെക്കാളും നായികമാരാണല്ലോ. ആ നായികമാരൊക്കെ അവരുടെ ജീവിത ഗതിയെ നിയന്ത്രിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യബോധമാണ്. ഇതാണ് യുവജന ഹൃദയം. ഇതാണ് അശക്യമാണ്. എന്താണ് സ്ത്രീകളുടെ മനസ്സൊരാളിൽ ഊന്നിയാൽ അത് എന്താണ്? പഴകിയ തരുവല്ലി മാറ്റിടാം, പുഴ ഒഴുകും വഴി വേറെയാക്കിടാം, കഴിയുമവ മനസ്സുമാർ മനസ്സൊഴിവത് അശക്യം ഒരാളിൽ ഊന്നിയാൽ എന്നൊക്കെ പറയുന്ന ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യബോധം, സ്ത്രീ മനസ്സിന്റെ സ്വാതന്ത്ര്യബോധത്തെ മാനിച്ചിരുന്ന, അതിനർത്ഥമുണ്ട് എന്ന് കരുതിയ ആശാനെ കൊണ്ട് മാത്രമേ സീതാകാവ്യം പോലൊരു കാവ്യം എഴുതാൻ സാധിക്കൂ. സീതയുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് അങ്ങനെ പോയി സീതയ്ക്ക് ഇതൊക്കെ ചിന്തിക്കാൻ അർഹതയും അവകാശവും ഉണ്ട് എന്നുള്ള വിചാരം കൊണ്ട് മാത്രമേ സീതാകാവ്യം എഴുതാൻ സാധിക്കൂ. അല്ലാതെ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള കുറച്ച് അത്ര അങ്ങനെ സ്വതന്ത്രമല്ലാത്ത ചില ചിന്തകളൊക്കെ ഉണ്ടല്ലോ, ചില ഓർത്തഡോക്സ് ചിന്തകൾ ആശാനെ ഗ്രസിച്ചിരുന്നുവെങ്കിൽ സീതാകാവ്യം പോലൊരു കാവ്യം എഴുതാൻ ആശാനെ സാധിക്കുകയില്ല. സീതയ്ക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് തിരിച്ചറിവ്. നളിനിക്ക് വീട് വിട്ടിറങ്ങിപ്പോയി തൻ്റെ പ്രേമഭാജനത്തെ അല്ലെങ്കിൽ പ്രണയഭാജനത്തെ, തൻ്റെ ആത്മാവ് കവർന്നെടുത്ത ദിവാകരനെ മുട്ടലാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗമെന്ന് ധരിച്ചുകൊണ്ട് ഇങ്ങനെ അലയാൻ നളിനിയെ പ്രേരിപ്പിച്ചത്, ലീലയെ പ്രേരിപ്പിച്ചത് ഒക്കെ തന്നെ ആശാൻ എന്തുകൊണ്ട് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് എത്തി? അതൊന്നും സാഹിത്യത്തിൽ സ്വാഭാവികമായി വരുന്ന കഥാപാത്രങ്ങളല്ല. അത് ഒരു അപാരമായിട്ടുള്ള ധിഷണ കൊണ്ട് മാത്രമേ നളിനിയെ പോലെ ലീലയെ പോലെ കഥാപാത്രങ്ങളെ മെനഞ്ഞെടുക്കാൻ ഒരു കവിക്ക് സാധിക്കൂ. അതിൻ്റെ ഏറ്റവും ആഴത്തിൽ പരിശോധിച്ചാൽ സ്ത്രീ ഹൃദയത്തിന്റെ സ്വാതന്ത്ര്യ സത്ത ഉൾക്കൊണ്ട ഒരു ക്രാന്തദർശിയായ കവിയായിരുന്നു ആശാൻ എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമാണ് അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് അദ്ദേഹം പറഞ്ഞത് ദേശീയ സ്വാതന്ത്ര്യത്തെ പറ്റിയും സാമൂഹ്യ സ്വാതന്ത്ര്യത്തെ പറ്റിയും അതോടൊപ്പം വൈകാരിക സ്വാതന്ത്ര്യത്തെ പറ്റിയും ഒക്കെയാണ്. പലതരത്തിലുള്ള സ്വാതന്ത്ര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം പറഞ്ഞു പോയാൽ ഞാനൊന്നും തയ്യാറായി വന്നതല്ല കേട്ടോ. ആശാനെ പറ്റി പറയാൻ എന്തിനാണ് തയ്യാറാവുന്നത്? ഞാൻ ആശാന്റെ കാരണവരുടെ കേന്ദ്രത്തിലേക്ക് പോവുകയാണല്ലോ. എനിക്ക് പ്രത്യേകിച്ച് തയ്യാറെടുപ്പില്ല എന്ന് തോന്നുന്നത് ആശാനോടുള്ള വിധേയത്വം കൊണ്ടാണ് കേട്ടോ. ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നിയത്, ആശാന്റെ പ്രഭാവം എന്താണ്, ആശാന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, മലയാള കവിതയിൽ ഒരുപാട് വലിയ കവികളുണ്ട് എങ്കിൽ പോലും ഈ ഇത്രയേറെ മാനങ്ങളുള്ള കവി, മാനങ്ങളെന്ന് ഞാൻ പറയുന്നത്, ചിലർ രാഷ്ട്രീയ കവിത എഴുതും, അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള കഥാസന്ദർഭങ്ങളെ പറ്റി കവിത എഴുതും, സാമൂഹ്യമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ പടപൊരുതും, പലതരത്തിലുള്ള കവിതകൾ എഴുതും ആളുകൾ. എന്നാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, അതിനകത്ത് മനഃശാസ്ത്രമുണ്ട്, സാമൂഹ്യ ശാസ്ത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്, ആത്മീയതയുണ്ട്, ആത്മീയമായിട്ടുള്ള സംഘർഷങ്ങളുണ്ട്. അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തെ പരിപക്വമാക്കുന്ന സകല മാനങ്ങളെയും തൻ്റെ കാവ്യലോകത്തിലേക്ക് സംഗ്രഹിച്ച് ഒതുക്കി ആ ഊഷ്മാവിൽ നിന്ന് കവിതയുമായി ഉയരാൻ ഈ കവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
ആശാനിൽ വൈകാരികതയുണ്ട്, ആശാനിൽ ആത്മീയതയുണ്ട്, ആശാനിൽ രാഷ്ട്രീയമുണ്ട്, ആശാനിൽ സാമൂഹ്യ പരിഷ്കരണമുണ്ട്, ആശാനിലെല്ലാം ഉണ്ടല്ലോ. ആശാനിലെല്ലാം ഉണ്ട്. അതാണ് ഒരു സമഗ്രനായിട്ടുള്ള കവിയാണ്. മലയാളത്തിൽ ഇത്രയും സമഗ്രതയുള്ള ഒരു കവിയെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞു, ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിവിടെ ഇരിക്കുന്ന കവികളോട്, ഞാൻ ഉൾപ്പെടെയുള്ള കവികളോടാണ്. കവിതയെക്കുറിച്ചുള്ള ആശാന്റെ കൽപ്പന, ആശാന്റെ സങ്കല്പം, അത് കാവ്യകല അഥവാ ഏഴാം ഇന്ദ്രിയം എന്നുള്ള ആ കൊച്ചു കവിതയുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ പറയും ലോകാനുഗ്രഹപരയായ കലയെ എന്നാണ്. ലോകാനുഗ്രഹപരയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയ കവിതയാണിത്. അത് ആത്മീയതയാണ് ഇതിനകത്ത്. മാതൃത്വമാണ്, സർഗാത്മകതയുടെ മാതൃത്വത്തിന്റെ മനോഭാവത്തെയാണ്, ആ ഭാവത്തെയാണ് ആശാൻ അതിനകത്ത് വാഴ്ത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഡോക്ടർ എം എം ബഷീറിന്റെ അദ്ദേഹത്തിന്റെ PhD തീസിസ് ആശാന്റെ കയ്യെഴുത്ത് പ്രതികളെ പറ്റിയാണ്, ഹസ്തലിഖിതങ്ങളെ പറ്റിയാണ്. ഒരു കവിയും ഇത്ര ധൈര്യത്തോടു കൂടി താൻ എഴുതിയ ഡയറികൾ, എഴുതി വെട്ടിത്തിരുത്തിയ ഡയറികളും പേപ്പറുകളും പിൻതലമുറ കാണട്ടെ എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വയ്ക്കാനുള്ള ആന്തരികമായിട്ടുള്ള ആർജവം കാണിച്ചിട്ടുള്ള അപൂർവം കവികളിൽ ഒരാളാണ് കുമാരനാശാൻ. നമുക്കൊക്കെ നമ്മൾ എഴുതിയ മണ്ടത്തരങ്ങളൊക്കെ ആരെങ്കിലും കാണണ്ടെന്ന് പറഞ്ഞ് ഫെയർ കോപ്പി എഴുതി ഉടനെ മറ്റത് കീറിക്കളയും. ഡയറിയിൽ ചിലപ്പോൾ കാണും, പേപ്പറിലാണ് എഴുതിയെങ്കിൽ അപ്പോഴേ കീറിക്കളയും. കാരണം ഒരുപാട് മണ്ടത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ വന്ന പാട്ടിന് പലതും എഴുതിയിട്ടുണ്ട്, അതൊന്നും പുറത്ത് കാണിക്കുകയല്ല. പക്ഷെ ആശാൻ ഇവിടെ താന് എഴുതിയതും വെട്ടിയതും തിരുത്തിയതും കുറിച്ചതും കുറിപ്പെടുത്തതും അവസാനം രണ്ടാമത്തെ അത് സ്വീകരിച്ചു എന്ന് എഴുതി ഒരു കവിത അങ്ങനെ സൃഷ്ടിച്ചു പോകുന്നതിന്റെ ചരിത്രം ആശാന്റെ ഹസ്തലിഖിതങ്ങളിൽ ഇവിടെ കാണാം. നളിനിയുടെ ഡയറി എൻ്റെ പോക്കറ്റിൽ 7 വർഷം കിടന്നു എന്നൊക്കെ ആശാൻ പറയുന്നില്ലേ? അങ്ങനെ തിരുത്തുകയാണ്, സ്ഫുടം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന കവികൾ, കവികളായ നമുക്കൊക്കെ അതിൽ നിന്നൊരു പാഠമുണ്ട്. വന്ന പാടിന് വരുന്നതല്ല കവിത, അത് ആത്മാവിൻ്റെ ഊഷ്മാവിൽ നീറ്റിയെടുക്കണം എന്ന ഒരു വലിയ പാഠം നമ്മുടെ കവികളോട് ഈ മഹാകവി തോന്നക്കലിൽ നിന്ന് പറയുന്നുണ്ട്. ഇന്ന് പണ്ടൊക്കെ പത്രമാസികകൾക്കൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്ററുടെ ഒരു സ്ലിപ്പ് വരും, തങ്ങളുടെ നല്ല കവിത നന്നായിരിക്കുന്നു പക്ഷേ പ്രസിദ്ധീകരിക്കാൻ സാധിക്കാത്തതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറയുന്ന സ്ലിപ്പ് കിട്ടാത്ത ഒരു കവികളുമില്ല കേട്ടോ. എന്നാൽ ഇപ്പോൾ ഈ സ്ലിപ്പിനോടുള്ള പ്രതികാരം എന്താണ്? ഞാൻ കവിത എഴുതും, ഞാൻ പ്രസിദ്ധീകരിക്കും, എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ അടിക്കും, നീ വേണമെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നപാട് കവിത എഴുതി പ്രസിദ്ധീകരിക്കുന്ന കവിതകളുടെ ഒരു കഷ്ടകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ ഇതാ കവി പറയുന്നു, 7 വർഷം നളിനിയുടെ ഡയറി എൻ്റെ പോക്കറ്റിൽ കിടന്നു, 7 വർഷം കൊണ്ട് സ്ഫുടം ചെയ്തെടുത്തതാണ് ഈ കാവ്യം എന്ന് പറയുന്ന കവി താൻ തിരുത്തിയതും വെട്ടിയതും ഒക്കെ നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്ത പേപ്പറിലേ എഴുതൂ, കൂടിയ മഷി കൊണ്ടേ എഴുതൂ, ഏറ്റവും കൂടിയ ഡയറിയിലേ എഴുതൂ. അതിനകത്തൊന്നും ആശാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. എന്താ കാരണം? അഹങ്കാരം കൊണ്ടല്ല, ഈ പേപ്പർ അവിടെ ഇരിക്കണം, ഇത് കാവ്യചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം കാണിച്ചു തന്ന ഒരു മഹാകവിയുടെ ആ കാവ്യ സങ്കല്പത്തിന്റെ ദീപ്തമായിട്ടുള്ള ആ ഒരു കാഴ്ചയ്ക്ക് മുമ്പിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട് ആ മഹാകവിയുടെ സ്മൃതി നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട കവികളും കാവ്യാസ്വാദകരുമാക്കി മാറ്റട്ടെ അദ്ദേഹത്തിന് അനുഗ്രഹം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാവ്യസന്ധ്യ അല്ലെങ്കിൽ ഈ സ്മൃതി സന്ധ്യ ഞാൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി വളരെ കഷ്ടപ്പെട്ട് എൻ്റെ പ്രസംഗം ചുരുക്കിക്കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.